ചില കോടതിയുടെ പരാമർശങ്ങളുണ്ടായി എന്നുള്ളത് ശരിയാണ്. കേരളത്തെ സംബന്ധിച്ച് ആനകൾ വളരെ കുറവാണ്, നാട്ടാനകൾ. ആനകളെ സംരക്ഷിക്കുകയും സുരക്ഷിതമായി കൊണ്ടു നടക്കുകയും ചെയ്യണം എന്നുള്ളപ്പോൾ തന്നെ ആനകളിൽ നിന്നുള്ള അക്രമങ്ങളും നാശനഷ്ടങ്ങളും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ കേരളത്തിലെ ക്ഷേത്ര ആചാരങ്ങൾ, നമ്മുടെ നാട്ടിൽ മുമ്പൊക്കെ തടി പിടിക്കാൻ ആന ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം തടി പിടിക്കാൻ ആനയുടെ ആവശ്യമില്ല, ക്രെയിൻ ഉപയോഗിക്കാൻ. പക്ഷേ ക്ഷേത്ര ആചാരങ്ങൾക്ക് മാത്രമാണ് ആനയെ ഉപയോഗിക്കുന്നത്. ആ ക്ഷേത്രാചാരങ്ങൾക്ക് ഭംഗം വരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കറിയാം. മുഖ്യമന്ത്രി എന്നെ സമ്മതിച്ച ഒരു കാര്യമുണ്ട്, എല്ലാവരും അതിന് അന്വേഷണം നടക്കുകയാണ്. ഈ തൃശ്ശൂർ പൂരം അട്ടിമറിക്കപ്പെട്ടു എന്നൊരു വാർത്ത, അതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. പ്രാഥമിക അന്വേഷണം തൃപ്തികരമല്ലാത്തതുകൊണ്ട് മുഖ്യമന്ത്രി വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഈ വടി കൊടുത്താൽ അടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. കഴിയുന്ന വടി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് വനം വകുപ്പ് ചെയ്യുന്നത്. ഈ പൂരം അട്ടിമറിച്ചു എന്ന സംഭവം ഇവിടെ ഇരിക്കുന്ന പൂരവുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കറിയാം. പൂരം അട്ടിമറിക്കാനുള്ള ശ്രമം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മുൻപ് എന്നോടൊരു മന്ത്രി ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് പൂരത്തിന് ആനയുടെ കട്ടൗട്ട് വെച്ചിട്ട് അതിൻ്റെ പുറകിലൊരു വലിയ കോട കെട്ടി അതിൽ നിന്ന് കുട മാറിയാൽ പോരെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത്തരം ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. കാരണം ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്. ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ ആന എന്ന് ചോദിക്കാൻ പറ്റും? ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ ദിവസവും ഭഗവാന്റെ തിടം പറ്റുന്നതും പ്രദർശനം ചെയ്യുന്നതും എല്ലാം അവിടെ തന്നെയുള്ള ആനകളാണ്. അവിടെ തന്നെ ആനകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. കേരളത്തിൽ ആകെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാട്ടാനകൾ 300 കാണാനുണ്ട്, അല്ലേ? 300 ഉണ്ടോ? 300 ആനകളേ ഉള്ളൂ. പക്ഷെ നമുക്കതിലധികം, അതായത് 2000-ലധികം ഉത്സവങ്ങളാണ് നടക്കുന്നത്. ഈ ആനയെ സംരക്ഷിക്കുമ്പോൾ പലരും ധരിച്ചിട്ട് കാര്യമുണ്ട്, ഈ ആനയെ കൊണ്ട് നടന്ന ഉത്സവത്തിന് എഴുന്നള്ളിക്കുക. എനിക്ക് ആനയുള്ള ആളാണ്. എൻ്റെ ബലമായ സംശയം ഈ നവംബർ മുതൽ, ഇപ്പോൾ തുടങ്ങുകയാണ്, നവംബർ മുതൽ ഫെബ്രുവരി മാർച്ച് വരെ മാത്രമാണ് ആനയ്ക്ക് ഉത്സവമുള്ളത്. ഈ ആനയ്ക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുക എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് തന്നെയാണ്. ഇതൊന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, പരസ്യമായിട്ട് പറയാവുന്നത്. ഒന്നും കിട്ടുന്നില്ല എന്നും പറയത്തില്ല. ആ കിട്ടുന്ന പണം എന്ന് പറയുന്നത് ബാക്കി വരുന്ന ഈ ഒരു 100 ദിവസം ആണ് ആന ഉപയോഗിക്കുന്നത്. 360 ദിവസത്തിൽ ബാക്കി 265 ദിവസവും ഈ ആനയ്ക്ക് ചെലവിന് കൊടുക്കേണ്ടത് ആനയെ വളർത്തുന്നവരാണ്. ഒരു ആനയ്ക്ക് ശരാശരി ഒരു ദിവസം 5000 രൂപ ചെലവ് വരും. ഒരു പട്ട വാങ്ങിച്ചാൽ അതിനാവുന്ന വില വെച്ച് കണക്ക് കൂട്ടിയാൽ, ഇതിപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ പറമ്പ് നിൽക്കുന്ന പോലെയെല്ലാം തീർന്നു. ഇപ്പോൾ വെളിയിൽ നിന്നും പറിച്ചു. അപ്പം അതിന് തീറ്റി കൊടുത്തേ പറ്റൂ. 3 ടൺ 4 ടൺ ഭാരമുള്ള ഒരു ആനയ്ക്ക് അതിൻ്റെ ശരീരഭാരത്തിൻ്റെ 3-ലെന്തെങ്കിലും ആഹാരം ചെല്ലേണ്ടതുണ്ട്. അപ്പോൾ ആനകളെ സംരക്ഷിക്കുന്നതിൽ വളരെ ശ്രദ്ധ വഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആനകളെ ഉപദ്രവിക്കുന്നതിൽ ഒരു സംഘം ആളുകളുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറയാം, എൻ്റെ അനുഭവം പറയുന്നതായിരിക്കുമല്ലോ നല്ലത്. എൻ്റെ ആനയെ മൃഗീയമായി ഒരുത്തൻ തല്ലി നിലമേൽ ഭാഗത്ത് എവിടെ വെച്ചിട്ടുണ്ട്, ഒരു ആനപ്പാപ്പൻ. അന്ന് വനം വകുപ്പിലൊരു പരാതി കൊടുത്തതാണ്. ഞാൻ ഈ സംസ്ഥാനത്ത് ഒരു MLA ആണെന്ന് ആലോചിക്കുന്നു. ഇപ്പോഴും മന്ത്രിയാണ്, അന്ന് MLA ആണ്. ഒരു നടപടി ഉണ്ടായില്ല. അനാവശ്യമായ സ്ഥലങ്ങളിൽ വനം വകുപ്പിൻ്റെ ഇടപെടലും വഴക്കുകളും ഉണ്ടാവാറുണ്ട്. ഈ പൂരം അട്ടിമറിക്കുന്നതിന് ഒരു പ്രൊസീജിയറുണ്ട്. ഞാനത് മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു നടപടിക്രമം, ഞാൻ മന്ത്രിയായിരുന്നല്ലോ വനം വകുപ്പിൻ്റെ. ഈ പൂരം വരുന്നതിന് ഇവിടെ ഇരിക്കുന്നവർക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. പൂരം വരുന്നതിന് ഒരു 2-3 മാസം മുമ്പേ വനം വകുപ്പിൽ നിന്ന് ഒരു ഉത്തരവാണ്. ആരും കാണില്ല, ചില കാണേണ്ടവർ മാത്രമേ കാണത്തുള്ളൂ. ഇത് മിക്കവാറും തൃശ്ശൂർ ജില്ലയിൽ മാത്രമേ ഈ സാധനം കാണാറുള്ളൂ. വേറെ അല്ലെങ്കിൽ തൃശ്ശൂർ അവിടെയുള്ള ACFൻ്റെ ആയിരിക്കും ഉത്തരവ്, അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ ഉത്തരവ് വരും. ഈ ഉത്തരവിനെ വ്യാഖ്യാനിക്കുകയാണ് പിന്നെ അങ്ങോട്ട് ജില്ലാ കളക്ടറും ആനപ്രേമികളും ഉത്സവക്കാരും പിന്നെ പോലീസുകാരും ഇവരെല്ലാവരും കൂടെ ചേർന്ന് വ്യാഖ്യാനിക്കുകയാണ് ഇതിനെ. അതായത് വനം വകുപ്പ് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, ആനയും തമ്മിൽ, ഒരു ഉദാഹരണം ഞാൻ പറയാം, നേരത്തെ ഇറങ്ങിയ ഒരു ഉത്തരവ്, ആനയും തമ്മിൽ 10 മീറ്റർ അകലം വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ഉദ്യോഗസ്ഥനെ വിളിച്ച് ആനയുടെ തലകൾ തമ്മിലാണോ അതോ വയറ് തമ്മിലാണോ എന്ന് ചോദിച്ചു. ആനയ്ക്ക് വയറ് തള്ളി നിൽക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ പൂരത്തിനൊരു 3 ആനയെ നിർത്താൻ പറ്റത്തുള്ളൂ, 3-4 ആനയെ നിർത്താൻ പറ്റത്തുള്ളൂ, ആ അകലം പാലിച്ചാൽ. ഈ പറയുന്നവർക്ക് ഇതെല്ലാം പറഞ്ഞാൽ മതി. പ്രായോഗികതകളാണ് എപ്പോഴും നമ്മൾ ഈ സെമിനാറിൽ മനസ്സിലാക്കേണ്ടത്. ഏത് നിയമവും മനുഷ്യന് പ്രായോഗികവും ലോജിക്കുള്ളതുമല്ലെങ്കിൽ അത് പരാജയപ്പെടും. അത് ലംഘിക്കാൻ ആളുകൾ നിർബന്ധിതരാകും. അപ്പം നമ്മളെപ്പോഴും ജനങ്ങൾക്ക് പാലിക്കാൻ കഴിയുന്ന നിയമങ്ങളെ ഉണ്ട്. ഒരു മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പണ്ട് പറഞ്ഞു, ക്യാമറ വന്നിരിക്കുകയാണ്, അമ്മയ്ക്കും അച്ഛനും 2 പേരെ സ്കൂട്ടറിൽ പോകണം, 3-ാം ഒരാൾ സ്കൂട്ടറിലുണ്ടെങ്കിൽ ഫൈൻ അടിക്കുന്നു. അന്ന് ഞാൻ MLA ആണ്. ഞാൻ അതിശക്തമായി അതിനെ എതിർത്തു. കേരളത്തിൽ അതൊരു വലിയ ക്യാമ്പയിനായി മാറുകയും ഒടുവിൽ അതിൽ നിന്ന് പിന്മാറി. കുഞ്ഞുങ്ങളെ ബസ്സിൽ കയറി വിട്ടിട്ട് അമ്മയും അച്ഛനും ബസ്സിൻ്റെ കുറേ സ്കൂട്ടറിൽ പോകാൻ പറ്റുമോ? പിന്നെ കുഞ്ഞിനെ ചാക്കി കെട്ടി കൊണ്ടുപോകും എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ മണ്ടത്തരം അപ്പോഴാണ് മനസ്സിലായത്.
ഉടൻ തന്നെ അത് തിരുത്തുകയും ഇപ്പം കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്കൂട്ടറിൽ ഹെൽമെറ്റ് വയ്ക്കണമെന്നേ ഉള്ളൂ. ഹെൽമെറ്റ് വയ്ക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. എൻ്റെ കുഞ്ഞ്, ഞാനും എൻ്റെ ഭാര്യയും രക്ഷപ്പെടുമ്പോൾ എൻ്റെ കുഞ്ഞിന് ആപത്ത് പറ്റണമെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെച്ചോണം. കുഞ്ഞിനുള്ള ഹെൽമെറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഈ അടുത്ത കാലത്ത് മോട്ടോർ വാഹന വകുപ്പിലൊരു ആശങ്ക വന്നു. എന്താണ്, കുഞ്ഞുങ്ങൾ പുറത്ത് വണ്ടിയുടെ പുറകിലിരുന്ന് പോകുമ്പോൾ അവർക്ക് ഇരിക്കാൻ പ്രത്യേക സീറ്റ് ഉണ്ടാക്കണം എന്നൊരു പ്രഖ്യാപനം വന്നു. അപ്പോൾ തന്നെ ഞാൻ ഇടപെട്ടിട്ട് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, അതൊരു ബോധവൽക്കരണം മാത്രമാണ്. ഒരു രാജ്യത്തും കുഞ്ഞുങ്ങളെ 12 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ മുൻ സീറ്റിൽ ഇരുത്താറില്ല, പുറകിലിരിക്കണം അവർ. അതല്ലാതെ ഇതൊരു ബോധവൽക്കരണം എന്നപ്പുറത്തേക്ക് അടുത്ത മാസം മുതൽ 1500 രൂപ ഫൈൻ അടിക്കും എന്ന് പറഞ്ഞാൽ ഒരു സീറ്റിന് 6000 മുതൽ 8000, 10000 രൂപ വരെ വിലയുണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു കാറിൻ്റെ പുറകിൽ, ഒരു ലോൺ എടുത്ത് വാങ്ങുന്ന കാറിൻ്റെ പുറകിൽ 1 or 2 വയസ്സ് വരെ മാത്രം ഇരിക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടി 8000, 2 വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞിനെ ബലം പ്രയോഗിച്ചാൽ തിരിക്കില്ല, കെട്ടിയിടേണ്ടി വരും. ഈ 2 വയസ്സ് വരെ കുഞ്ഞിനെ ഇരുത്തി ബെൽറ്റിട്ട് കെട്ടി ഉറപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് ചാടിപ്പൊക്കളയും. അപ്പോൾ അത്തരത്തിൽ അമ്മമാർ കുഞ്ഞുങ്ങളെ ഫ്രണ്ടിൽ മടി വെച്ചുകൊണ്ടിരിക്കരുത്, പുറകിലിരിക്കാൻ പാടുള്ളൂ എന്നെല്ലാം പറയുന്നതാണ് നല്ലത്. അപ്പം നടക്കാത്ത ഈ നിയമം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ കുറേ പഴിയും കേട്ടേനെ നടക്കാതെയും പോയത്. ആളുകൾ ഇത് ലംഘിക്കും വാശിയോടെ. വണ്ടിയുടെ പുറത്ത് ഫിലിം ഒട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ അന്ന് മന്ത്രിയാവുന്നാണ് പറഞ്ഞത്, ബലമായി വണ്ടി വഴി പഠിച്ച് നിർത്തി വലിച്ചു കയറാൻ പാടില്ല എന്ന എൻ്റെ നിർദ്ദേശമാണ് മന്ത്രി എന്ന നിലയിൽ. അത് പറഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു അത് വലിച്ചു കയറാൻ പാടില്ല, ഫിലിം അത് ഒട്ടിക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വെറുതെ ആളുകളെ റോഡിലെത്തി നാണം കെടുത്തുന്ന സീൻ ഉണ്ടാക്കുന്ന പോലെ എപ്പോഴും പ്രിൻസിപ്പൽ CCF അടക്കമുള്ളവർ മനസ്സിലാക്കേണ്ടത്, ഈ പൂരം വരുന്നതിന് മുമ്പ് ഒരു ഉത്തരവ് വരും, ഒരു 3 or 4 മാസം മുമ്പ്. ഈ ഉത്തരവിൻ്റെ വ്യാഖ്യാനമാണ് പിന്നെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിനെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടാക്കും. പൂരം അട്ടിമറിക്കാൻ വേറെ വനം പോയി മാത്രം ഉപയോഗിച്ചല്ല, ചെണ്ടയ്ക്ക് ഡെസിമൽ കൂടുതലാണെന്ന് പറഞ്ഞ് ഒരു കേസുണ്ടായിരുന്നു. പൂരത്തിന് ചെണ്ട അടിക്കുകയായിരിക്കും. അപ്പം ഇത് ലക്ഷ്യം പൂരത്തോടുള്ള വിരോധമാണ്, അല്ലാതെ ആനയോടുള്ള സ്നേഹമോ ചെണ്ടയോടുള്ള സ്നേഹമോ ചെവിയോടുള്ള സ്നേഹമോ ഒന്നുമല്ല. പിന്നെ വെടിക്കെട്ട് അവസാനിപ്പിക്കുക, പൂരത്തിൻ്റെ വെടിക്കെട്ട് അവസാനിപ്പിക്കാൻ കേസ് വന്നില്ലേ ഹൈക്കോടതിയിൽ? ഇതെല്ലാം കണ്ടവരാണല്ലോ എല്ലാവരും. അപ്പോൾ ഇതൊരു പദ്ധതിയുടെ ഭാഗമാണ്. അത് ആരാണ് അതിൻ്റെ പുറകിലെന്ന് നമ്മൾ സംശയിക്കും. പലരും വിചാരിക്കും ഹിന്ദുക്കൾക്കെതിരെ മറ്റ് ജാതിക്കാരെ. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, മറ്റൊരു ജാതിക്കാരുമല്ല, ഹിന്ദുക്കൾ തന്നെയാണ് ഇതിനെതിരായിട്ടിരിക്കുന്നത്. അവർ തന്നെയാണ് ഈ പദ്ധതികൾ ഒപ്പിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ നന്നായി തുറന്നു പറയേണ്ടി വരികയാണ്. കാരണം വെച്ചാൽ ഇവിടെ ഇരിക്കുന്നവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നവരാണ്. നിങ്ങളിതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ വൺ സൈഡായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ പല വിഷയങ്ങളും ചർച്ച വെച്ചിട്ടുണ്ട്. 2024 വന്ന ക്യാപ്റ്റീവ് എലിഫൻസ് ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്പോർട്ട് റൂൾസിനെ കുറിച്ചൊരു ക്ലാസ് വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യ ഗവൺമെൻറ് പലപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ഹൈക്കോടതി ഉത്തരവെന്ന് പറഞ്ഞ് വരുമ്പോൾ ഉത്തരവല്ലെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു ആനകളെ കൊണ്ടുപോകാൻ പാടില്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എന്ന് പറഞ്ഞൊരു ഉത്തരവ് വന്നു എന്നാണ് പറയുന്നത്. അതെങ്ങനെ വരും? 2024 ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ലോകസഭയും രാജ്യസഭയും പാസ്സാക്കി ഇന്ത്യയുടെ പരമോന്നത പദവിയിരിക്കുന്ന പ്രസിഡന്റ് ഒപ്പിട്ട ഒരു നിയമം ഒരു ഹൈക്കോടതിക്ക് ഇഷ്ടാനുസരണം മാറ്റാൻ പറ്റത്തില്ല. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരും പോകാത്തത് കൊണ്ട് അവിടെ കിടക്കണം. പോയി നോക്കൂ, അത് കോടതിയുടെ വരാന്തയിൽ നിൽക്കില്ല. കാരണം ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയ ഒരു നിയമം. ഈ വന നിയമങ്ങൾ, മൃഗങ്ങളെക്കുറിച്ചുള്ള വൈൽഡ് ലൈഫിൻ്റെ കുറിച്ചുള്ള നിയമങ്ങളെല്ലാം കേന്ദ്രത്തിൻ്റെ അധികാര പരിധിയിലാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നിയമം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നിലനിൽക്കും, കേരളത്തിൽ മാത്രം നിൽക്കുകയില്ല എന്ന് പറയുന്നത് എന്ത് ന്യായം? പ്രായോഗികമല്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. കാരണം പ്രായോഗികമാണെങ്കിൽ എല്ലാവരും അനുസരിക്കും, അപ്രായോഗികമാണെങ്കിൽ അത് ലംഘിക്കുകയും കുഴപ്പങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കാതെ ഒരു ചർച്ചകൾ പങ്കെടുക്കാൻ പലരും വന്നിട്ടുണ്ട്. അവരെ ആവശ്യങ്ങൾ പറയുക. ഞാനതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ചില പോയിന്റുകൾ, ഞാൻ ഈ ആനയെ ഉടമസ്ഥൻ കൂടി ആയതുകൊണ്ട്, സംഘടന പ്രസിഡന്റ് കൂടി ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, ബഹുമാനപ്പെട്ട മന്ത്രി എന്നെ ചടങ്ങിൽ ക്ഷണിക്കാൻ തന്നെ കാര്യം പ്രമോദൻ അറിയാം. ഞങ്ങളൊരു ദിവസം അദ്ദേഹമായിട്ട് ഞങ്ങൾ മിനിസ്റ്ററും വനം വകുപ്പ് സെക്രട്ടറിയും എല്ലാം കൂടി ഞങ്ങളൊരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു യോഗം വിളിക്കാനും ഒരു ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ പലരും ആവശ്യപ്പെട്ടിരുന്ന ഒരു ചർച്ച വേണം, ഈ നാട്ടാന പരിപാലന ചട്ടം പരിഷ്കരിക്കുന്നതിന് മുമ്പ് ഒരു ചർച്ച വേണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും മന്ത്രി ഞങ്ങൾ ചേർന്നൊരു യോഗത്തിൽ വെച്ച് പെട്ടെന്ന് തീരുമാനമെടുത്തു, ഗതാഗത മന്ത്രി കൂടി ഇതിൽ പങ്കെടുക്കണം എന്ന് മിനിസ്റ്റർ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിൽ ഇന്ന് ക്യാബിനറ്റുള്ള ദിവസമായിരുന്നു, പക്ഷേ ക്യാബിനറ്റ് മാറിപ്പോയി. ഞാൻ വരാൻ വൈകിയത് മുഖ്യമന്ത്രി എന്നോട് ഒന്ന് കാണണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കാണുകയായിരുന്നു. അതിനുശേഷം സ്പീക്കർ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും കണ്ടു. അതുകൊണ്ടാണ് വൈകിപ്പോയത്, ക്ഷമിക്കണം. ഞാൻ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇതിനകത്ത് ഒരു കാലത്ത് പറയുന്നുണ്ട്, ഈ പരിപാലന ചട്ടത്തിൻ്റെ കരട് എന്ന നിലയിൽ ഒരു സാധനം പുറത്തു വന്നു. അതിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കോടതി ഇപ്പോൾ പരാമർശിച്ച ചില കാര്യങ്ങളും അതിൻ്റെ അപ്രായോഗികതകളുമാണ് പറയുന്നത്. ഒന്നാമത്തത്, സർട്ടിഫൈ ചെയ്യാൻ സർക്കാർ ഡോക്ടർമാർ 5 പേരോ 6 പേര്, എത്ര 5 പേര് അല്ലേ? 5 സർക്കാർ ഡോക്ടർമാർ സൈൻ ചെയ്ത് കൊടുക്കണം. ചോദിക്കാൻ ഉത്തരം പറയണം, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കരുത്. എനിക്ക് തെറ്റിപ്പോയിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, അയാൾ അബദ്ധം പറഞ്ഞിട്ട് പോയില്ല എന്ന് പറയാം. നിങ്ങളിത് വായിച്ച് പഠിച്ചവരുടെ, ഞാനത് ജസ്റ്റ് ഓടിച്ച് വായിച്ചിട്ടേ ഉള്ളൂ.
5 സർക്കാർ ഡോക്ടർമാർ ആനയെ സർട്ടിഫൈ ചെയ്യണം, മൃഗ ഡോക്ടർമാർ. അപ്പോൾ എൻ്റെ ആന നിൽക്കുന്നത് പത്തനാപുരത്താണ്. അപ്പോൾ പത്തനാപുരത്തെ സർക്കാർ ഡോക്ടർ സർട്ടിഫൈ ചെയ്യാം. ശരി, കൊട്ടാരക്കരയെ സർട്ടിഫൈ, അവിടെ നിന്ന് അടുത്ത നിയോജകമണ്ഡലമായി വേറെ താലൂക്കായി. അത് കഴിഞ്ഞാൽ പുനലൂർ മൃഗ ഡോക്ടറുണ്ട്, അത് വേറൊരു താലൂക്കായി. പത്തനാപുരം താലൂക്കിൽ നിന്ന് പുനലൂർ താലൂക്കായി, കൊട്ടാരക്കര താലൂക്കായി. പിന്നെ ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിൽ പോയാൽ അവിടെ ഒരു മൃഗ ഡോക്ടറെ കിട്ടും. പിന്നെ വനംവകുപ്പിൻ്റെ ഒരു ഡോക്ടറെ കോന്നി പിടിച്ചാൽ അതും കൂടെ ചേർത്ത് 5 പേരെ കിട്ടും. ഈ 5 പേരെ എവിടെ നിന്ന് സംഘടിപ്പിക്കും? ഒരു ആനയെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്നില്ല. നമ്മൾ പ്രായമായി ചിന്തിക്കണം. ഉത്സവമാണ്, നാളെ ഉത്സവമാണ്. ഇവിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു ഡോക്ടർ ഇന്ന് എന്ത് ആവശ്യത്തിന് ഭാര്യ മക്കളുമായിട്ട് ടൂർ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ സർക്കാർ ഡോക്ടറെ നിർദ്ദേശിച്ചോളൂ. സർക്കാർ ഡോക്ടറായിരിക്കുന്നതാണോ, സർക്കാരിൽ നിന്ന് റിട്ടയർ ചെയ്തവരോ എന്ന് പറയാം. ഈ ഡോക്ടർ അല്ലെങ്കിൽ ഡോക്ടർമാരെ വേറെ കാര്യം പറഞ്ഞാൽ ഈ ഞാൻ ആരും തെറ്റിദ്ധരിക്കരുത്. ഈ ആനയെ പരിശോധിക്കാൻ അറിയാവുന്ന എത്ര ഡോക്ടർ കേരള സംസ്ഥാനത്തുണ്ടെന്ന് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഇവിടെ ഇരിക്കുന്നവർ മനസ്സിലാക്കണം. ആനയുടെ മേലെന്ന് വെച്ചാൽ ആനയുടെ ചികിത്സ ഒരു റിസർച്ചാണ്. ഇപ്പോൾ കോഴി വസന്തയ്ക്ക് കുത്തിവെക്കുന്ന പോലെയോ, പശുവിനെ ചെന വരാൻ വേണ്ടി കുത്തിവെക്കുന്ന പോലെയോ, ആടിനെ പരിശോധിക്കുന്ന പോലെയോ പരിശോധിക്കാൻ പറ്റിയൊരു സാധനമല്ല. അതിൻ്റെ ശരീര അവയവങ്ങളുടെ സ്വഭാവം തന്നെ വേറെയാണ്, കുടലിൻ്റെ സ്വഭാവം വേറെയാണ്, വയറ്റിനകത്തുള്ള എല്ലാ കാര്യങ്ങളുടെയും സ്വഭാവം വേറെയാണ്. അതിൻ്റെ മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിന് 5 പ്രത്യേകതകളുണ്ട്. വിരലില്ലാത്ത നഖം, വിയർപ്പ് അകത്താണ്, പിന്നെ കുടലാണ് ഏറ്റവും വലിയ അവയവം, അതിൽ കൂടെയാണ് ദഹിച്ചു പോരുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ 4 അറയുള്ള ആമാശയത്തിന് 4 അറയുള്ള പശുവിനെ ചികിത്സിക്കുന്ന അതേ ശാസ്ത്രം ഉപയോഗിച്ച് ആനയെ ചികിത്സിക്കാൻ പറ്റില്ല. അപ്പോൾ ആനയെ എന്ത് ചെയ്യണം? ആനയെ അതിനനുസരിച്ച് പഠിച്ച ഡോക്ടർമാർ കേരളത്തിൽ നമ്മളെ അറിവെടുത്താൽ പോലും പഴയ ഡോക്ടർ ചീരൻ ഡോക്ടർ, അതുപോലെ പണിക്കർ ഡോക്ടർ, ഇങ്ങനെയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന ആളുകളെ കേരളത്തിൽ ആനയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ സർക്കാർ സർവീസുള്ള ചില മൃഗ ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതൊരു തെറ്റായ സമീപനമാണ്. ആളിൻ്റെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. നാളെ ഞാനും പെൻഷനാവും എന്ന് ഓർത്താൽ നല്ലത്. ഈ പറയുന്ന ഇതിന് അണ്ടർഗ്രൗണ്ടിൽ കൂടെ സർക്കാർ ഡോക്ടർ വേണം എന്ന് പറഞ്ഞ് കരിക്കൾ നീക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ മനസ്സിലാക്കണം നാളെ നിങ്ങളും പെൻഷനാകും. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്തു, ആനയായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഡോക്ടർ എന്നുള്ള നിലയിൽ വേണമെങ്കിൽ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊള്ളൂ. ഈ 5 പേരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. കാരണം ഈ 5 പേര് ആനയെ കണ്ടാൽ ആന പൊട്ടക്കണ്ണൻ ആനയെ കണ്ടതുപോലെ ഇരിക്കും. 5 പേരും ആനയെ കാണുന്ന പല വിധത്തിലായിരിക്കും. ആനയെ പേടിയുള്ള ഡോക്ടറെ ഇന്നും ദേവസ്വം ബോർഡിൽ പണ്ട് ഒരു വനിതാ ഡോക്ടറെ അമ്പലത്തിൽ പിന്നെ ആനയെ നോക്കുന്ന ഡോക്ടറാക്കി നിയമിച്ചു ദേവസ്വം ബോർഡിൽ. പലരും ചോദിച്ചു വനിതാ കുഴപ്പമില്ല, വനിതകൾക്ക് എന്ത് ചെയ്യാം, വിമാനം വരെ ഓടിക്കുകയാണ്. പക്ഷേ ഈ 5 ദിവസം അവർക്ക് 5-6 ദിവസം അമ്പലത്തിൽ കയറാൻ പറ്റാത്ത ദിവസങ്ങളിൽ എങ്ങനെയാണ് ആന അവിടെ വരേണ്ട എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. സംഭവം സത്യല്ലേ? സംഭവം കറക്റ്റല്ലേ? സത്യം ചോദിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ ചില അപ്പോൾ ഈ 5 ഡോക്ടർ എന്നുള്ളത് ഒഴിവാക്കണം. അത് എന്തോ 5 ഡോക്ടറുണ്ട്. ക്യാപ്റ്റീവ് എലിഫന്റ് മാനേജിനകത്ത് 5 ഡോക്ടറുണ്ട് ബോർഡിൽ. അല്ല, 5 ഉദ്യോഗസ്ഥന്മാരെ കിട്ടാൻ പാടാം, അത് ഒഴിവാക്കണം. പിന്നെ ഈ യാത്രാ സമയം, എഴുന്നള്ളത്തിൻ്റെ സമയം ആയി കൂട്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ല. എഴുന്നള്ളത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 2-3 മണിക്കൂർ പോകും. യാത്രയുടെ കണക്കാക്കിയാൽ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു വെച്ച് നോക്കിയാൽ അത് നടക്കത്തില്ല. നമ്മൾ പ്രായോഗികമായി ചിന്തിക്കണം. ആനയെ സ്നേഹിക്കുന്നുള്ളതിൻ്റെ പേരിൽ അപ്രായോഗികമായ കാര്യങ്ങൾ പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് മന്ത്രിയാന്ന നിലയിലല്ല, MLA എന്ന നിലയിലും സാധാരണ പൗരൻ എന്ന നിലയിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാതിരിക്കുക. കാരണം എന്താ, കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പോൾ പല കള്ളത്തരോടെ നടക്കും. ഇത് സ്വാഭാവികമാണ്, എല്ലാ വകുപ്പിലും ഉണ്ട്. നമ്മളൊരു നിയമത്തിലൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി കൊടുത്താൽ ഉദ്യോഗസ്ഥനെ തീർത്ത് പറയാനും പറ്റത്തില്ല, ഉദ്യോഗസ്ഥനത് ശരിയായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആര് പറയുന്നതും ശരിയാവും. ഇതിൽ അങ്ങനെയല്ലയോ പറഞ്ഞു വെച്ചാൽ അങ്ങനെ, ഇങ്ങനെയല്ലയോ പറഞ്ഞു വെച്ചാൽ ഇത് ശരിയാണ്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഞാനിതിനകത്ത് നിന്ന് 23 കൊല്ലമായി പലരെക്കാലം സർവീസുണ്ട് കേരള രാഷ്ട്രീയത്തിലും കേരളത്തിലെ ഭരണത്തിലും. ഒരു മണ്ടനൊന്നുമല്ല എന്ന് മനസ്സിലാക്കുക. അത് അടുത്തതെന്ന് വെച്ചാൽ, പക്ഷേ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു സിനിമ ഷൂട്ടിങ്ങിനിടെ ഒരു ആന മറ്റൊരു ആനയെ കുത്തി, അത് പേടിച്ച് കാട്ടി കയറിപ്പോയി. 2 ആനയ്ക്കും 15 ദിവസത്തേക്ക് നിരോധനം. ഇതൊക്കെ തെറ്റായ സംഭവങ്ങളാണ്, എല്ലാവരും മനസ്സിലാക്കണം. അത് ആന കുത്തു കൊണ്ടവനും ശിക്ഷ. ഇപ്പം ഒരാളെ കുത്തിക്കഴിഞ്ഞാൽ കുത്തിയവനും ജയിലിൽ പോകണം, കുത്തു കൊണ്ടവനും ജയിലിൽ പോകണം എന്ന് പറയുന്നത് ന്യായമല്ല. അതൊരു ജനാധിപത്യ രാജ്യത്ത് അത് ന്യായമല്ല. അപ്പോൾ അത് പാടില്ല. പിന്നെ ജില്ല വിട്ടുള്ള യാത്രയ്ക്ക് അനുമതി വനം വകുപ്പല്ലേ കൊടുക്കുന്നു. ആ വണ്ടിയെ സംബന്ധിച്ചെല്ലാം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകാരം കൊടുത്ത് വനം വകുപ്പ് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ ഓരോ തവണയും, ഇപ്പം എൻ്റെ ആന നിൽക്കുന്ന പത്തനാപുരത്താണ്, ആനയ്ക്ക് കോന്നി പോകണമെങ്കിൽ ഓരോ തവണയും അനുവാദം വാങ്ങിക്കണം. പത്തനാപുരം ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ പത്തനംതിട്ട ഇല്ല. ഉദാഹരണം പറയാം, പത്തനാപുരം കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലോട്ടൊന്ന് കൊണ്ടുവരണം, ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുപോയി വാളാത്ത് കൊണ്ടുവരണം. അപ്പോഴത്തേക്കതായി പുല്ലൂർ താലൂക്കായി കൊല്ലം ജില്ലയിൽ തന്നെ ഇനി അറ്റമെത്തി. അപ്പോൾ നമുക്കൊരു സ്ഥലത്തേക്കും ആനയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ അവിടെ തന്നെ കെട്ടിയിട്ടേക്കാം. ഉത്സവം അങ്ങോട്ട് ചെല്ലട്ടെ എന്നാണ് ഇപ്പോൾ എൻ്റെ അഭിപ്രായം. ഇങ്ങനെ ചെയ്താൽ ഉത്സവം അങ്ങോട്ട് ചെല്ലേണ്ടി വരും. നമ്മൾ
അങ്ങോട്ട് വന്നതിന് ഉത്സവം അങ്ങോട്ട് ചെല്ലേണ്ടി വരും. അപ്പോൾ അത് എളുപ്പമല്ല. അതുപോലെ ഇപ്പം കോടതി പറഞ്ഞു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, രാത്രി 10 മുതൽ 4 മണി വരെ ആനയെ കൊണ്ട്, അത് തന്നെ ഏറ്റവും വലിയ ആനയോട് ചെയ്ത ദ്രോഹമല്ലേ. അപ്പോൾ 10 മണിക്കുമ്പോൾ കൊണ്ടുപോകണം, നമ്മൾ എത്ര മണിക്ക് വേണം? ഉച്ചയ്ക്ക് തിരിക്കണ്ടേ? ഉച്ചയ്ക്ക് തിരിച്ചാൽ ആന വെയിൽ കൊണ്ട് ഒരു വശക്കെടായി പോകത്തില്ലേ? പിന്നെ നമുക്കറിയാം നമ്മുടെ ട്രാഫിക് കുരുക്കുകൾ. കാറിൽ നമ്മൾ എറണാകുളത്തേക്ക് പോകാൻ പണ്ട് 3.5 മണിക്കൂർ മതിയായിരുന്നു. ഒരുവിധ സ്പീഡിൽ പോയാൽ 4 മണിക്കൂറിൻ്റെ ഇപ്പം 5 മണിക്കൂർ 6 മണിക്കൂറാണ്. കാറിൽ പോയാൽ നമ്മൾ സ്വന്തം കാറിൽ പോകുമ്പോൾ നമുക്ക് നേരിടുന്ന ഒരു വിഷയം അമിതമായ വേഗത്തിൽ പോകാൻ. ആനയും കൊണ്ട് അമിത വേഗത്തിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ആനയെ പുറത്ത് നിർത്തിക്കൊണ്ട് ഈ ലോറിയും കൊണ്ട് എല്ലാ ട്രാഫിക് ബ്ലോക്കിലും എടുക്കുമ്പം ഈ ആന ഇത് എന്തുകൊണ്ട് അപ്രായോഗികമാകുന്ന ഞാൻ പറയാം. ഈ ആന വിശന്നും വെള്ളം കുടിക്കാതെ ഒല കിട്ടും, പക്ഷേ ഈ ആന ചൂടുകൊണ്ട് സഹിക്കാനൊക്കെ അത്. ഞാൻ ഇന്നും ഈ മൂന്നാറിലെ ആനയെ തമിഴ്നാട് ഫോറസ്റ്റുകാരെ പിടിച്ച് കാട്ടിൽ കൊണ്ടുപോയല്ലോ, ഒരു സ്ഥലത്ത് പിടിച്ച് പകൽ ആനയെ കൊണ്ടുപോയതിന് ആ രംഗത്തോടെ ഞാൻ എതിരുള്ള ആളാണ്. കാരണം പൊട്ട വെയിലിൽ കേരളത്തിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് അത് പിടിച്ച് രാത്രി കൊണ്ടുപോകത്തില്ല, പകൽ കൊണ്ടുപോകില്ല, രാത്രിയേ മാറ്റുള്ളൂ. ഈ ഒരു വെയിലിൽ നിങ്ങൾ ആനയെ മൂന്നാറിൽ നിന്ന് പിടിച്ച് തേക്കടിയിൽ കൊണ്ട് വിടുമ്പോഴും രാത്രിയെ കൊണ്ടുപോയി, പകലല്ല. അതുകൊണ്ട് നട്ട വെയിലത്ത് ആനയെ കൊണ്ടുപോകാൻ രാത്രി കൊണ്ടുപോകൂടാ. അത് കഴിഞ്ഞാൽ കൊണ്ടുപോകുന്ന വഴിക്ക് ആനയെ ഇത്ര കിലോമീറ്റർ ഇറക്കി ഒരിടത്ത് കെട്ടണം. ഈ ഇറക്കി കെട്ടുന്നത് പേപ്പട്ടി ഉണ്ടോ അന്വേഷിക്കണം. ഇറക്കി കെട്ട് നമ്മൾ കൊണ്ടുപോയി. ഞാൻ അങ്കമാലി എത്തി, ഞാൻ ആനയെ റോഡിൽ ഇറക്കി, പാപ്പാൻ ഒരു പുരയിടം കണ്ടു കെട്ടി. ഈ പുരയിടത്തിൻ്റെ ഉടമസ്ഥൻ അനുവാദം തരും. അവിടെ ഇങ്ങനെ മരം തള്ളിയാലും ആന സമ്മതിക്കത്തില്ല. ശരി, അവിടെ കയറി കെട്ടുന്നു. അവിടെ കുപ്പിച്ചിട്ട് കിടപ്പുണ്ടെന്ന് ഈ ആനക്കാരൻ അറിയാൻ പറ്റും. ആന കയറി കിടന്നു. ആന കിടക്കത്തില്ല, അത് വേറെ കാര്യം. പരിചയമില്ലാത്ത സ്ഥലത്ത് ആന കിടക്കത്തില്ല. അത് ഈ കോടതിയിൽ പോകുന്നവരും കേസ് കൊടുക്കുന്നവരും പരിചയമില്ലാത്തവരായതുകൊണ്ടും പറയുന്നത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ. അങ്ങനെ ആന കിടക്കില്ല, പരിചയമില്ലാത്ത സ്ഥലത്ത് ആന കിടക്കില്ല. ചില ആനകൾ പകലും കിടന്നുറങ്ങും, പക്ഷേ ഭൂരിപക്ഷം ആനകളും രാത്രി 1-2 മണിക്കൂർ ഏറ്റവും പരിചയമുള്ള സ്ഥലത്ത് കിടന്നുറങ്ങുന്നതല്ല. കിടന്നുറങ്ങുന്നത് കാട്ടാനകൾ പോലും 15 ആനയുള്ള ഒരു ഗ്രൂപ്പിൽ, കാട്ടാനകളുടെ ഗ്രൂപ്പിൽ ഒരു 5 ആന ഉറങ്ങത്തില്ല. ബാക്കി ഒരു 5 ആന കിടന്നുറങ്ങുന്നത് 4-5 ആനയെ കാണത്തുള്ളൂ. ബാക്കി മുഴുവൻ നിൽക്കുകയായിരിക്കും. ചിലത് ഉറങ്ങത്തില്ല, തിന്നുകൊണ്ട് നിൽക്കും. ചില ആനകൾ മരത്തിൽ ചാരിയെന്ന് ഉറങ്ങും. ഈ കാലി ഇങ്ങനെ വെച്ചിട്ട് 3 കാലിലും പറയുന്നത് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ കണ്ടിട്ടുള്ളതാണ്. ഇത് കള്ളം പറയുന്നൊന്നുമല്ല, സത്യവതാണ്. ഇത് ശാസ്ത്രം അറിയാവുന്നവർ പറഞ്ഞ് എഴുതി വെച്ച് പുസ്തകം വായിച്ച് മനസ്സിലാക്കിയ കാട്ടിലെ കാര്യങ്ങളൊക്കെ. ഞാൻ കുറച്ച് വനമന്ത്രിയായിരുന്ന കാലത്ത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇവർ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ എനിക്കും അറിയാം. ഞാൻ അങ്ങനെ താല്പര്യത്തോട് പഠിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് പഠിച്ചു എന്ന് പറയുന്നത്. പ്രായോഗികമായ കാര്യങ്ങളാണ് ഞാൻ പഠിക്കുന്നത്, അല്ല അപ്രായോഗികമായ കാര്യങ്ങൾ. കടുവയുടെ ജീവിതത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ നല്ല മനോഹരമായിട്ട് ഞാൻ പറഞ്ഞുതരാം. പുലി എങ്ങനെയാണ് ജീവിക്കുന്നത്, പുലിക്ക് എന്താണ് വേണ്ടത്, മാനിന് എന്താണ് വേണ്ടത്, കുറുക്കൻ എന്താണ് വേണ്ടത്, ഞാൻ ചോദിച്ചാൽ പറഞ്ഞുതരാം. ധൈര്യമായിട്ട് ചോദിച്ചാൽ പറയാം. മണ്ടത്തിലൊന്നും പറയത്തില്ല. പഠിച്ച് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ആലോചിച്ച് ഇവരെല്ലാം അറിയാവുന്ന ആളുകൾ പലരും പറഞ്ഞു തന്നതെന്ന് കിട്ടിയ എനിക്ക് അറിവാണ്. അല്ലാതെ ചുമ്മാ എൻ്റെ വായി തോന്നുന്ന ഞാൻ പഠിച്ച് പറയുന്നില്ല. അതുകൊണ്ട് ആനയും കൊണ്ട് പോകുമ്പോൾ വഴിക്കിറക്കുക, എവിടെയെങ്കിലും കയറ്റി കെട്ടിക്കോളുക, പിന്നെ രാവിലെ വിട്ടോളുക എന്നൊക്കെ പറഞ്ഞാൽ പറയാനും കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ഈ ആനയെ സ്നേഹിക്കുന്നവർ ചിന്തിക്കണം. ഈ ആനയെ അവിടെ ഇറക്കി കെട്ടുന്നു. എൻ്റെ ഒരു ആന പേപ്പട്ടി കടിച്ച് ചെരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ദണ്ണം എനിക്ക് മനസ്സിലാവും. പിന്നെ ആന കിടന്നു, ഒരു കുപ്പിച്ചിൽ അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ പുറത്ത് ആന കിടന്നാൽ മുറിവ് ഉണങ്ങാൻ മാസങ്ങളും വർഷങ്ങളും എടുക്കും. ആ മുറിവ് ഉണങ്ങാൻ അങ്ങനെ പറ്റില്ല. ആനയുടെ കാലിൽ മുറിവുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നള്ളിക്കണ്ട. ശരി, ഓക്കെ. ആനയുടെ ശരീരത്തിൽ എവിടെ മുറിവുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നള്ളിക്കാൻ സമ്മതിക്കില്ല. അതൊന്നും ഞാൻ അതിനൊന്നും യോജിക്കുന്നില്ല. ഇപ്പം കാഴ്ചയില്ലാത്ത ആനയാണെങ്കിൽ അതിന് 4 വശവും ആനകൾ കാഴ്ച കുറവുണ്ടോ ഇല്ലയോ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ആനയോട് ചോദിച്ചാൽ പറയത്തില്ല. അങ്ങനെ കാണാമെന്ന് ചോദിച്ചാൽ പറയത്തില്ല. നമ്മൾ കണ്ണ് ടച്ച് ചെയ്യുന്ന കായി എന്നൊക്കെ എഴുതിയിട്ട് കാക്കാന്ന് എഴുതി അതും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പരിശോധിക്കുമ്പോൾ അങ്ങനെ തോന്നിയാലും ആനയെ സംരക്ഷിച്ച് കൊണ്ടുപോകണം. അതായത് അവിടെ അത്തരത്തിലുള്ള ആനയാണെന്ന് സംശയം തോന്നിയാൽ 4 വഴിക്കും ആനയുടെ 4 ഭാഗത്തും പാപ്പാന്മാർ നിൽക്കണം. അപ്പോൾ കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന പോലെ അതിന് ചുറ്റും നിൽക്കണം. അതുകൊണ്ട് തന്നെ വെളിയിറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പട്ടിണിയുടെ എത്തുകത്തില്ല. അതുകൊണ്ടാണല്ലോ നേരത്തെ തന്നെ ഈ നമ്മുടെ തൃശ്ശൂർ ഏറ്റവും ഉയരം കൂടിയ തെച്ചിക്കോട് രാമേന്ദ്രൻ അന്ന് എഴുന്നള്ളിക്കാൻ കോടതി പോലും അനുമതി കൊടുത്തത് എന്തുകൊണ്ടാണ്? കാരണം അതിനെ സംരക്ഷിക്കാൻ ആൾ കൂടെ ഉണ്ടെങ്കിൽ അത് പേടിക്കില്ല. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്നതിനെ കൂടാണ്. ഒരു ആനയെ സംബന്ധിച്ച് 6 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ ബുദ്ധി കിട്ടും. അല്ലാതെ അത് വല്ല ഇൻ്റലിജൻ്റ് ആണ്, നമ്മൾ പറയുന്നതെല്ലാം കേട്ടോളൂ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധമുണ്ടെന്നൊക്കെ ഐതിഹ്യമാനിയിൽ വായിക്കാൻ കൊള്ളാമെന്നുള്ളതല്ല. അത് അങ്ങനെയൊന്നുമില്ല. പിന്നെ രാത്രി അത്രയും സമ്മതിക്കണം. പിന്നെ 125 കിലോമീറ്റർ കഴിയുമ്പോൾ ഇറക്കാവുന്ന പ്രായം എവിടം വരെ പോകാൻ പറ്റും? തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കര എത്തുമ്പോൾ തന്നെ 80 കിലോമീറ്ററായി. ഞാൻ ഉദാഹരണം എൻ്റെ അറിവിൽ വെച്ചുള്ള സ്ഥലം പറയാം. അപ്പോൾ 25 അടുത്തൊരു 30 കിലോമീറ്റർ പോയി ആന അടൂരിലും ഇറക്കേണ്ടി വരും. ചെങ്ങന്നൂരിലും ആന ഇറങ്ങി നിർത്തും. തിരുവനന്തപുരത്ത് കൊണ്ടുവന്നാൽ ചെങ്ങന്നൂർ ഇറങ്ങിയിരിക്കേണ്ടി വരും. അതുകൊണ്ട് 125 കിലോമീറ്റർ എന്നുള്ളത് അപ്രായോഗികമായൊരു കാര്യമാണ്. അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ എന്തായാലും ഈ പരിപാലന ചട്ടം സർക്കാർ വനംവകുപ്പ് ഭേദഗതി ചെയ്യുമ്പോൾ അത് എല്ലാവരും അനുസരിക്കുന്നു എന്ന് തോന്നാൻ വേണ്ടി ഞാൻ ഈ സംഭാഷണം അത് അനുസരിക്കാൻ പറ്റുന്ന കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മണ്ണ് വാരി ഉച്ചയ്ക്ക് ഊണില്ല, ഇന്ന് മണ്ണ് വാരി തിന്നോളാൻ പറഞ്ഞാൽ തിന്നു ഇല്ലല്ലോ. സ്വന്തം അച്ഛൻ മക്കളോട് നിങ്ങൾ ഇന്ന് മണ്ണ് വാരി തിന്നാൽ തിന്നു ഇല്ലല്ലോ, തിന്നത്തില്ല. അച്ഛനല്ല ആര് പറഞ്ഞാലും തിന്നത്തില്ല, അമ്മ പറഞ്ഞാലും തിന്നത്തില്ല. അതുകൊണ്ട് മണ്ണ് വാരി തിന്നാൻ പറയരുത്. അതുകൊണ്ട് ന്യായമായ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. ആരനുസരിക്കാത്ത നമുക്ക് അനുസരിപ്പിക്കാം.
പിന്നെ ഈ എലിഫന്റ് സ്ക്വാഡിന്റെ നിരോധനം, ഒരു വിരോധമില്ല. എലിഫന്റ് സ്ക്വാഡ് നിരോധിച്ചുള്ളൂ, പകരം ആര് ഇതിനെ പിടിച്ചു കിട്ടും? ആനപ്രേമികളാണോ, പിന്നെ വനംവകുപ്പാണോ? വനംവകുപ്പിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ, ഇവിടെ ഇത്ര ഉയർന്ന ഉദ്യോഗസ്ഥർ, നിങ്ങൾക്ക് ആനയെ പിടിച്ചു കിട്ടാൻ പറ്റും? ഓടുന്നാനെ ആ ആന അവിടെ നാശനഷ്ടം വിതയ്ക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും 10 ചെറുപ്പക്കാർ സാഹസികമായി പാപ്പാന്മാരെല്ലാം ചേർന്ന് ഈ ആനയെ കൂട്ടി ബന്ധനസ്ഥനാക്കി അതിനെ നാട്ടുകാരെ സുരക്ഷിതമാക്കണോ? ഇനി വേണ്ട, ഈ പറയുന്ന അംഗീകരിക്കാം. ആനയെ ഓടുവാണെങ്കിൽ നമ്മൾ ആരും തൊടുന്നില്ല, മാറി ഒരു പോലീസ് കോഡും വേണ്ട, മാറിയിക്കാം. ആരാണ് ഇതിനെ പിടിച്ചു കിട്ടുന്നത്? അതുണ്ടാക്കുന്ന നാശനഷ്ടത്തിന് ആര് ഉത്തരം പറയും? ഇത് മൃഗമല്ലേ? അപ്പം എൻ്റെ വിരോധം കൊണ്ട് വെച്ച് ഗണേഷ് കുമാറിൻ്റെ കാറ് തകർക്കണം എന്ന് പറഞ്ഞ് ആനയെ തയ്യാറാക്കി വിടാൻ പറ്റും? പറ്റത്തില്ലല്ലോ. അത് ഓടുന്ന വഴിക്ക് കണ്ണി കാണുന്ന നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി എത്രയും വേഗം ആളുടെ ജീവൻ അപകടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് അതിനെ ബന്ധനസ്ഥനാക്കുന്നു. ഇപ്പോൾ കടുവ നാട്ടിലിറങ്ങുന്നു. കടുവയെ നിങ്ങൾ കൂട് വെച്ച് പിടിക്കല്ല, കടുവയെ അടിച്ചു കൊല്ലിയാണോ? അല്ലല്ലോ. കടുവ ഇറങ്ങരുന്ന ഇത് മൃഗമല്ലേ? അപ്പം എൻ്റെ വിരോധം കൊണ്ട് വെച്ച് ഗണേഷ് കുമാറിൻ്റെ കാറ് തകർക്കണം എന്ന് പറഞ്ഞ് ആനയെ തയ്യാറാക്കി വിടാൻ പറ്റും? പറ്റത്തില്ലല്ലോ. അത് ഓടുന്ന വഴിക്ക് കണ്ണി കാണുന്ന നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി എത്രയും വേഗം ആളുടെ ജീവൻ അപകടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് അതിനെ ബന്ധനസ്ഥനാക്കുന്നു. ഇപ്പോൾ കടുവ നാട്ടിലിറങ്ങുന്നു. കടുവയെ നിങ്ങൾ കൂട് വെച്ച് പിടിക്കല്ല, കടുവയെ അടിച്ചു കൊല്ലിയാണോ? അല്ലല്ലോ. കടുവ ഇറങ്ങരുന്ന് കൂട് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ കടുവയെ നമ്മൾ കൂട് വെച്ച് പിടിച്ചിട്ട് ഉൾവനത്തിൽ കൊണ്ട് വീണ്ടും തുറന്നു വിടുകയാണ്. ഇതൊക്കെ ഒരു പ്രായോഗികമായ കാര്യങ്ങളാണ്. അല്ലാതെ കടുവ എന്ത് ചെയ്യാം? കടുവ എല്ലാം കൂടെ കുടിച്ച് മ്യൂസിയത്തിൽ കൊണ്ട് സൂര്യ കൊണ്ടിടാന്ന് വെച്ചാൽ സൂര്യ കടുവ ഇന്നും ഒരു കടുവയ്ക്ക് ഏതാണ്ട് ഒരു ദിവസം ആഹാരത്തിന് ഒരു അര കാള വേണം. അങ്ങനെ വനംവകുപ്പിന് ഇവിടെ ലയൺസ് പാർക്ക് ഉണ്ടായിരുന്നല്ലോ. വനംവകുപ്പിന് ഏറ്റവും കൂടുതൽ പൈസ തിന്നൊരു സ്ഥാപനമാണ് അല്ലേ വനംവകുപ്പിന്റെ പൈസ? ഞാൻ മന്ത്രിയായിരുന്നു, എനിക്കത് ഏറ്റവും കൂടുതൽ ഒരു ദിവസം അവിടുത്തെ ഒരു ദിവസം 2 കാള വേണമായിരുന്നു. ഈ അന്ന് 3 ഞാൻ മന്ത്രിയാകുമ്പോൾ 2-3 സിംഹമേ ഉള്ളൂ. ഈ 3 സിംഹത്തിന് കഴിക്കാൻ ദിവസം തിങ്കളാഴ്ച മാത്രം ആഹാരമില്ല, ബാക്കി എല്ലാ ദിവസവും അതിന് ഫുഡ് കൊടുക്കണം. 2 കാളയാണ് ഒരു ദിവസം കൊടുത്തോണ്ടിരുന്നത്. ഇതൊക്കെ പറയുമ്പോൾ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ആനയെല്ലാം വനംവകുപ്പ് കൊണ്ടുപോകണമെന്ന് പറയാം. വനംവകുപ്പ് ഉള്ള ആനയ്ക്ക് തന്നെ തീറ്റ കൊടുക്കാൻ എത്ര കോടി രൂപയാണ് ചെലവഴിക്കുന്നത്? പുല്ലാണ് കൊടുക്കുന്നത്. അതെങ്ങനെ വനംവകുപ്പിന് താങ്ങാൻ പറ്റും? സർക്കാർ എന്ത് ഹെഡിലാണ് ഈ പൈസ കൊടുക്കേണ്ടത്? നോൺ പ്ലാൻ ഫണ്ടിൽ നിർത്തില്ലേ കൊടുക്കുന്നത്? എത്ര കൊടുക്കുന്നതാണ് പറയുന്നത്? അത് നടക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ 2 എഴുന്നള്ളിപ്പിനിടയ്ക്ക് 3 ദിവസത്തെ വിശ്രമം, അതൊന്നും എളുപ്പമുള്ള കാര്യമില്ല. ആകെ 100 ദിവസം എഴുന്നള്ളിപ്പുള്ളൂ. ഏത്? പിന്നെ ഈ ആന 265 ദിവസം വിശ്രമം തന്നെ. നീരിലായിരിക്കും, അല്ലെങ്കിൽ വെറുതെ നിൽക്കുകയായിരിക്കും. തടി പിടിക്കാനൊന്നും കൊണ്ടുപോയില്ല. 4 വെച്ച് നോക്കണം. 365 ദിവസത്തിൽ 100 ദിവസം, ഈ 3 മാസം, ഫെബ്രുവരി, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, 4 മാസം, അതായത് 120 ദിവസം കൂട്ടിക്കും. വേണ്ട, 165 ദിവസം കൂട്ടി, ബാക്കി 200 ദിവസം ആന വിശ്രമിക്കുക. അതിനിടയ്ക്ക് വിശ്രമമൊക്കെ കിട്ടുന്നുണ്ട്. കാരണം അവിടെ ചെന്ന് ഇറക്കി കെട്ടി എല്ലാം കഴിഞ്ഞ് രാവിലെ ചെന്ന് നേരം വെളുക്കുമ്പോൾ ആന സ്ഥലത്തെത്തും. അതിന് വട്ടേക്കെത്തുന്ന അവിടെ നിൽക്കും. വൈകിട്ടാകുമ്പോഴേ മിക്കവാറും എഴുന്നള്ളിപ്പോൾ. ഉച്ച സമയത്തൊന്നും എഴുന്നള്ളിക്കുന്നതിനോട് നമ്മൾ യോജിക്കുന്നില്ല, അങ്ങനെ കൊടുക്കാറുമില്ല. അങ്ങനെ ഇപ്പോൾ ഉച്ചയ്ക്കൊന്നും അങ്ങനെ അത്യാവശ്യമുള്ള തൃശ്ശൂർ പൂരത്തിന് വരും, അത് പന്തലൊക്കെ ഇട്ടിട്ട് അല്ലേ, അതിനകത്ത് നിന്നിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെ ഞാനിരുന്ന സമയത്ത് തുടങ്ങിയ പന്തലൊക്കെ ഇട്ട് വന്നു. അന്നാണ് ഈ പന്തലൊക്കെ ഇട്ട് തുടങ്ങിയത്. മേളം നടക്കുമ്പോൾ അവിടെ പന്തലിട്ട് വയ്ക്കും, അതിനകത്താണ് ആന നിൽക്കുന്നത്, വെയിലത്തല്ല നിൽക്കുന്നത്. വെള്ളം നനയ്ക്കും, തറയിൽ ചാക്ക് ഇട്ട് കൊടുക്കും, ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നെ നേരത്തെ പറഞ്ഞ ഉത്സവങ്ങളുടെ എണ്ണം, കാഴ്ച, അതുപോലെ ഈ ഡേറ്റ ബുക്ക് ബിനോയ് വിശ്വം അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് ഞാൻ നിർബന്ധിച്ചിട്ടാണ് അന്നൊരു ബുക്ക് തുടങ്ങിയത്. അത് ശരിക്കും അടിച്ചു വന്നതും പ്രിന്റ് ചെയ്തത് ഞാൻ മന്ത്രിയായതിനു ശേഷം. ഞാനാണ് ഈ ഒരു ആശയം ആദ്യം പറയുന്നതും അത് നടക്കാത്തതുകൊണ്ട് ഞാൻ വനമന്ത്രിയായെന്ന് പറഞ്ഞാൽ ഡേറ്റ ബുക്ക് അടിക്കുന്നത്. പക്ഷെ പല ബുക്കുകളിൽ എൻ്റെ ആനയുടെ ഡേറ്റ ബുക്കിലടക്കം പഴയ ഫോട്ടോ കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് പുതുക്കാനുള്ള നടപടി വനംവകുപ്പ് അടിയന്തരമായിട്ട് സ്വീകരിക്കണം. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഹൈറ്റ്, ഇപ്പോഴത്തെ ആനയുടെ ഷേപ്പ്, 4 വഴിക്കുള്ള ഫോട്ടോ വെക്കാനുണ്ട്. ഇത് ആ സാധനം അന്ന് ഡിസൈൻ ചെയ്തത് ഞാൻ ഇരുന്നിട്ടാണ് ഡിസൈൻ ചെയ്തത്, അന്ന് തയ്യാറാക്കുന്നത്. അതിൻ്റെ എല്ലാ പേജുകളും ഞാൻ വായിച്ചു നോക്കി അപ്രൂവ് ചെയ്ത് ഉണ്ടാക്കിയ സാധനമാണ്. എന്തൊക്കെ അതിനകത്ത് സത്യസന്ധമായി കാണിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് ആനകൾ അന്ന് തന്നൊരു ഡേറ്റ ബുക്കാണ്. വർഷം ഒത്തിരിയായി, 10 വർഷത്തിലധികമായിരിക്കുന്നു. ഇനി ആനകളിലൊക്കെ വലിപ്പവും മാറിയിരിക്കുന്നു, അതിൻ്റെ പിന്നെ രീതികൾ മാറിയിരിക്കുന്നു. അതെല്ലാം മാറ്റിക്കൊണ്ട് ഒരു പുതിയ ഡേറ്റ ബുക്ക് തരണം എന്നാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം. പിന്നെ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആന എന്ന് പറഞ്ഞാൽ തരംതിരിക്കേണ്ടത്, അത് ഓരോ മൂഡാണ് ഇതിൻ്റെ. ഈ ആന പ്രശ്നക്കാരനാണ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ മുകളിൽ ചിലപ്പോൾ മര്യാദയ്ക്കുന്നതാണ്, ചിലപ്പം ദേഷ്യപ്പെടും. അതിനെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ പാപ്പാനുമായിട്ടുള്ള ഒരു ലൈൻ ഉണ്ടല്ലോ, അത് വളരെ ശ്രദ്ധിക്കണം. അടിക്കുന്ന പാപ്പാനാണെങ്കിൽ ആന നോക്കി വയ്ക്കും, അപ്പം കുരുത്തക്കേട് കാണി. പിള്ളേരെ പോലെയാണ് നമ്മളിപ്പോൾ നമ്മുടെ മക്കളെ എത്ര അടിച്ചാലും അങ്ങനെ നന്നാക്കാൻ പറ്റും. 6 വയസ്സുള്ള കുഞ്ഞിനെ എത്ര അടിക്കും നമ്മൾ? അതുകൊണ്ട് തല്ല്, ഞാൻ വനംവകുപ്പിനോട് ചോദിക്കുന്നത്, ഈ തല്ല്, കോലുകൊണ്ട് കുത്ത്, ഇത്തരം കാര്യങ്ങൾക്ക് ഒരു വിധത്തിലും ഞാൻ യോജിക്കുന്നതല്ല. ഞാൻ ആനയെ വളർത്തുന്നത് ആനയോടുള്ള സ്നേഹം കൊണ്ടാണ്. എൻ്റെ അപ്പൂപ്പൻ്റെ കാലം മുതൽ എൻ്റെ അച്ഛനും എൻ്റെ അപ്പൂപ്പനും ഞാനും ആനയെ വളർത്തുന്നത് ഞങ്ങൾ സ്നേഹം കൊണ്ട് വളർത്തുന്നത്. നല്ല നില ആഹാരം കൊടുക്കും, നല്ല സൗകര്യങ്ങൾ ഒരുക്കുന്നത്. എൻ്റെ ആന നിൽക്കുന്ന സ്ഥലം വന്ന് കണ്ടു, വളരെ മനോഹരമായ സ്ഥലമാണ്. എൻ്റെ ഒരാന ഈ നല്ല കാറ്റുള്ള സ്ഥലമാണ്, ആറ്റിൻ്റെ കരയ്ക്കാണ്, ഷെഡിലാണ് നിൽക്കുന്നത്. പട്ടാപ്പകൽ കിടന്നുറങ്ങും. ഒരു കാര്യം വെറുതെ ഇവിടെ നിർത്തിയിരിക്കുന്ന സമയത്ത് അവന് നാട്ടിലൊക്കെ വളർന്ന് ശീലമുള്ള ആനയാണ്. അതുകൊണ്ട് അത് പട്ടാപ്പകലും ഉച്ചയ്ക്ക് വന്നാൽ കൂറകം വെച്ച് ഉറങ്ങുന്നതാണ്.
പക്ഷേ ഒരു കേരള ആനയുണ്ട്, മറ്റേ തമിഴ്നാട്ടിൽ നിന്നുണ്ടെന്ന്. ഇത് അത് ഉറങ്ങത്തില്ല, അത് പകലൊന്നും ഉറങ്ങത്തില്ല, അത് രാത്രി കിടന്നുറങ്ങും. വിശ്വാസമുള്ള സ്ഥലത്താണെങ്കിൽ ഒരു 4 മണിക്കൂർ 3 മണിക്കൂർ ഉറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ഇന്നിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചയിൽ ഉരുത്തിരിയുന്ന ആശയം നമ്മളൊരു വാശി പോലെ ആനയെ അങ്ങ് രക്ഷിച്ചു കളയെന്ന് കരുതരുത്. ഇത് വലിയ കുഴപ്പത്തിലേക്ക് പോകും. അതുകൊണ്ട് വനം വകുപ്പ് ഒരു മീഡിയ നിലപാടെടുക്കാവൂ. രണ്ട് എക്സ്ട്രീമിലേക്ക് പോകരുത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഒന്ന് കേൾക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ പറയുന്ന ചർച്ചകളിൽ ഉരുത്തിരിയുന്ന ആശയങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു നല്ല ആശയം രൂപീകരിച്ചാൽ ഈ നാട്ടാന പരിപാലന ചട്ടം പുതുക്കി എഴുതുമ്പോൾ അത് കൃത്യമായി അനുസരിക്കപ്പെടും. ക്ഷേത്ര ഉത്സവങ്ങൾ അതിനകത്തൊരു പോയിന്റേ ഉള്ളൂ. ക്ഷേത്ര ഉത്സവങ്ങൾക്ക് ദോഷം വരരുത്, ഭംഗം വരാൻ ഇടവരരുത്, ആനയ്ക്ക് ദ്രോഹം വരാൻ ഇടവരരുത്, ഉടമസ്ഥനെയും വെറുതെ ഇട്ട് ബുദ്ധിമുട്ടിക്കണ്ട. വിശ്രമമില്ല എന്നൊക്കെ പറയുന്നത് 200 ദിവസം വിശ്രമം തന്നെ. അതുകൊണ്ട് അത്തരത്തിലൊരു മീഡിയ ഒരു നല്ല രീതിയിൽ പ്രായോഗികമായി ഇത് ആനയെ സ്നേഹിക്കുന്നവരും തർക്കിക്കേണ്ട, ഒരു നടപ്പാക്കാൻ പറ്റുന്ന പരിഷ്കാരം പറയാം. ഇവിടുന്ന് ഇറങ്ങി തലകുത്തനെ നടന്നു പോകണമെന്ന് ഏത് നിയമം ഉണ്ടാക്കിയാലും തലകുത്തനെ നടന്നു പോകാൻ പറ്റില്ല, കാലിൽ നടക്കാൻ പറ്റും. മണ്ണ് വാരി തിന്നാൻ പറഞ്ഞാൽ തിന്നാനൊക്കത്തില്ല. അതുകൊണ്ട് അത് പറയരുത്. അതുകൊണ്ട് അശാസ്ത്രീയവും അപ്രായോഗികമായ കാര്യങ്ങൾ പറഞ്ഞ് ഈ ആനയെപ്പറ്റി ശാസ്ത്രീയമായി പലർക്കും അറിയത്തില്ല. അത് പാപ്പാന്മാർക്ക് അറിയാവുന്ന അത്ര പോലും പല ആൾക്കാർ പല വിദഗ്ധർക്കും അറിയത്തില്ല, ഡോക്ടർമാർക്ക് അറിയത്തില്ല. ഇന്ന് കാണുന്ന ഈ പാപ്പാനല്ലേ, ഇയാളെന്ന് ഇങ്ങനെ കണ്ട് തട്ടിമുട്ടി നിൽക്കുമ്പോൾ അതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അറിയാം. ആനയെ തല്ലുന്നതിനോ കോലുകൊണ്ട് കുത്തുന്നതിനോ എല്ലാം കൂട്ടി നിൽക്കത്തില്ല. അങ്ങനെ കാര്യങ്ങൾ പാടില്ല. അതിൻ്റെ ശരീരത്തിൽ മുഴുവൻ മർമ്മമാണ്. കോലുകൊണ്ട് കുത്തുന്നതിന് വലിയ അപകടമുണ്ട്. പല ആനകളും നീരിൽ നഴിക്കുമ്പോൾ എരണ്ടക്കെട്ടിലേക്ക് പോവുകയാണ്. അതിന് ഞാൻ കണ്ടിട്ടുള്ള ഒരു നാമം എനിക്ക് തോന്നിയിട്ടുള്ളത്, കോലുകൊണ്ട് കുത്തുമ്പോൾ ആനയുടെ ഏതോ മർമ്മത്തിൽ ഈ കാലിൻ്റെ 4 കാലിൻ്റെയും കഴുത്തിൻ്റെയും തലയുടെയും ഭാഗം മൊത്തം മർമ്മമാണെന്നാണ് ഡോക്ടർമാർ വരച്ച് കാണിച്ചുള്ള ബുക്കിൽ എനിക്ക് മനസ്സിലായതാണ്. അവിടെ ഇട്ട് കുത്തി കൊടുത്താൽ ഒരു മർമ്മത്തിൽ കുത്തിയാൽ ഇപ്പം നമ്മുടെ ശരീരത്തിൽ മർമ്മങ്ങളുണ്ട്. ഈ ചെവി ഇങ്ങനെ നേരെ മേപ്പോട്ട് വലിച്ചു പിടിച്ചാൽ തലവേദന മാറും, അറിയാം. ചെവിയിൽ പിടിച്ച് വലിക്കുക, ചെവി മേപ്പോട്ട് പൊക്കുക, തലയിൽ ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇത് ആയുർവേദത്തിൽ പറയുന്നതാണ്. ഇങ്ങനെ പ്രസ് ചെയ്യുക, 3 വിരലുകൊണ്ട് പ്രസ് ചെയ്യുക, ഇങ്ങനെ ഉച്ചിയിലും പ്രസ് ചെയ്യുക, തലവേദന മാറും. ഇത് മർമ്മ ചികിത്സയിൽ പറയുന്നതാണ്. അതുപോലെ ആനയുടെ മർമ്മത്തിന് ഓരോ റിയാക്ഷൻ ഉണ്ട്. ഓരോ സ്ഥലത്ത് വിടുമ്പോൾ അതിൻ്റെതായ ആക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ആ ആക്ഷന് ദോഷം വരുമ്പോഴാണ് ഇത് ചിലപ്പോൾ ഒരു കുത്തുന്ന സ്ഥലം ചിലപ്പം ഈ ദഹനവുമായി ബന്ധപ്പെട്ട ലൈനായിരിക്കും. അതുകൊണ്ടായിരിക്കണം ആനയ്ക്ക് അത് കഴിയുമ്പോൾ ഇരണ്ട കിട്ടുക. അത് കമ്പ് കൊണ്ട് കുത്തിയിട്ടുള്ള പരിപാടികൾ ഞാൻ എൻ്റെ ആനയെ അഴിക്കുന്നതിന് ഒരു കമ്പും കുത്താറില്ല, അടിയും കൊടുക്കാറില്ല. ആന ക്ലിയറായി കഴിയുമ്പം അവൻ തന്നെ വിളിക്കും, കയറി പോരാൻ പറയും. പാപ്പാൻ്റെ അടുത്തേക്ക് ഇരിക്കാൻ പറയും, 2-3 ദിവസം ഇരിക്കാൻ പറയും. ഇരുന്ന് കഴിഞ്ഞാൽ ആന എഴുന്ന് അവിടെ എത്തിയാൽ കുളിപ്പിക്കും, പതുക്കെ കഴിക്കും, ഒന്നും ചെയ്യാറില്ല. ഇത് എൻ്റെ അനുഭവമാണ്, മറ്റുള്ളവർ അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ ഞാൻ ദീർഘമായി പറയുന്നില്ല. ഇത്രയും പറയാനൊരു അവസരം തന്ന ബഹുമാനപ്പെട്ട മന്ത്രിയോട്, എന്നെ ഈ ചടങ്ങിൽ ക്ഷണിക്കാൻ അദ്ദേഹമാണ് നിർദ്ദേശിച്ചത്. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരോടും എന്നെ ക്ഷണിച്ചതിന് നന്ദി അറിയിക്കുന്നു. ഇതാരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എല്ലാവരും ആരെയും കുറ്റം പറഞ്ഞില്ല, നല്ലതേ പറഞ്ഞുള്ളൂ. അപ്രായോഗികമായ കാര്യങ്ങളൊന്ന് ലഘൂകരിച്ചു കൊടുത്താൽ ഈ ചട്ടം കൃത്യമായി എല്ലാവരും അനുസരിക്കും. ഇവിടെ ഇരിക്കുന്ന ആന ഉടമകളുണ്ട്, ആന പാപ്പാന്മാരുണ്ട്, ആന ക്ഷേത്രാചാരക്കാർ അല്ലേ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഇത് ന്യായമായ നിലയിൽ ഇന്നത്തെ ചർച്ചയിലൂടെ ഒരു സമവായത്തിലെത്തുകയും നല്ല നിലയിൽ ഇത് നടപ്പിലാക്കുക. ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങൾ ആരുടേതായാലും ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് സംസാരിച്ചതിന് ശേഷം ഒരു മീഡിയ നല്ലൊരു സെറ്റപ്പിൽ ആനയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ, എന്നാൽ ഈ ചടങ്ങുകൾക്കൊന്നും ദോഷം വരാത്ത രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നയം, മന്ത്രി തന്നെ പറഞ്ഞാണ്, ഗവൺമെൻറ്റിൻ്റെ നയം എന്ന് പറയുന്നത് ക്ഷേത്രാചാരങ്ങൾ ലംഘിക്കലും പൂരം കലക്കലും ഒന്നും ഗവൺമെൻറ്റിൻ്റെ നയമല്ല. ഇത് ഡെമോക്രസിയാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം. നമ്മുടെ ഒന്നും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അവിടെ ഒരു വിലയില്ല. ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ താല്പര്യം, പൂരം നടക്കണമെന്ന് അധികം ജനങ്ങൾ ആഗ്രഹിക്കുന്നു, അത് തകർക്കാൻ പാടില്ല. ഇത് പൂരം മാത്രമല്ല, നെന്മാറ വേല ഒന്നും നടക്കൂല. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇപ്പം പറഞ്ഞ ഈ ഹൈക്കോടതി നിർദ്ദേശം എന്ന് പറയുന്ന കാര്യത്തിലൂടെ അത് വിധിയല്ല എന്നാലോചിക്കണം. സർക്കാരിനോട് നിർദ്ദേശിച്ചു, വനം വകുപ്പിനോട് നിർദ്ദേശിച്ചു. അപ്രായമായ കാര്യങ്ങളാണെങ്കിൽ അത് ബോധ്യപ്പെടുത്തണം. അവിടെ പോയ ആളുകൾ ബോധ്യപ്പെടുത്താൻ ശരിയായില്ല, കേൾക്കാനും തയ്യാറായില്ല. നമ്മൾ ഈ ചില ആളുകളുണ്ട്, നമ്മൾ ഈ ചില കാര്യങ്ങൾക്ക് എന്ന് പറയുമ്പോൾ തന്നെ അവർ വിധിയും എഴുതും. അതൊരു ശരിയുള്ള നടപടിയല്ല. ഇത് ഡെമോക്രസിയാണ്. ഒരാൾ കടന്നു വരുന്നു, അയാളൊരു പരാതി പറഞ്ഞാൽ മന്ത്രി എന്ന നിലയിൽ ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ്, പൂർണ്ണമായും കേൾക്കണം. അപ്പോൾ എതിര് കക്ഷി കാണും, അവർക്ക് പറയാനുള്ളതും പൂർണ്ണമായിട്ട് കേൾക്കാം, എന്നിട്ടേ തീരുമാനം എടുക്കാം. ഞാൻ ഇന്ന് ഇവനെ തൂക്കിക്കൊല്ലും എന്ന് പറഞ്ഞിരുന്നാൽ അത് പറ്റത്തില്ല. ഏകപക്ഷീയമായി ജനാധിപത്യത്തിൽ ഒരു തീരുമാനം ആർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ ഒരു സമവായത്തിൽ എല്ലാവരുടെയും താല്പര്യങ്ങളെ സംരക്ഷിച്ച് എല്ലാവരും ജീവിക്കണം. എല്ലാവർക്കും ജീവിക്കാനുണ്ട്. മൃഗങ്ങൾക്കും ജീവിക്കാൻ അവസരമുണ്ട്, മനുഷ്യനും ജീവിക്കാൻ അവസരമുണ്ട്. അവൻ്റെ മതാചാരങ്ങൾ നടത്തിക്കൊണ്ട് പോകാനും അവന് പ്രാർത്ഥിക്കാനും ഏത് മതം സ്വീകരിക്കാനും ഇന്ത്യയുടെ ഭരണഘടന ഒരു ശക്തി പകരുന്നുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് അനുസരിച്ചായിരിക്കണം നാട്ടാന പരിപാലന ചട്ടവും രൂപീകരിക്കേണ്ടത്. മിണ്ടാപ്രാണിയെ ദ്രോഹിക്കണം എന്ന് ഞാൻ പറയത്തില്ല, അത് ദ്രോഹിക്കാൻ പാടില്ല എന്ന നിലയിൽ ഇത് പ്രായോഗികമായി പരിഷ്കരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഈ ചടങ്ങിൽ ക്ഷണിച്ചുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്.